ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കണ്ടാലോ? ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം എനിക്കിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചത്തെയാണ്. അപ്പോൾ പള്ളിയിൽ കുട്ടികൾ നോമ്പ് തുറപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ട് എന്നോട് കറി വെച്ച് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ കായ്ച്ചാറ് വെച്ച് തരുമോ ചോദിച്ചു. അപ്പോൾ ശരിയാ വെച്ച് തരാൻ പറഞ്ഞിട്ട് ഞാൻ അത് ഏറ്റപ്പോൾ ആ പണിക്കാണ്ട് ഫസ്റ്റ് നിൽക്കുന്നത്. പരിപ്പ്, തക്കാളി, പച്ചമുളക്, മല്ലിയില, എന്താണ് കറിവേപ്പില, തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പരിപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും ചിക്കൻ ഇതാ കഴുകി വെച്ചിട്ട്. ഇതിലധികം ചിക്കനൊന്നും ഇടാറില്ല. പിന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു കേട്ടോ. കായച്ചാറിൽ നമ്മൾ ഈ ആട്ടിൻ്റെയൊക്കെ എല്ലും കൊഴുപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇടുക. കോഴിയൊന്നും അങ്ങനെ ഇടാറില്ല, പക്ഷെ ഇവർ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാനത് ഇട്ടു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ പരിപ്പ് അത് അവിടെ എല്ലാം വെന്ത് സെറ്റായിട്ട് നല്ല ഉടച്ച് വെന്തിട്ടുണ്ട്. പരിപ്പും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ല പേസ്റ്റ് പോലെയായിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെച്ച് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി ഇറച്ചിയും കഴുകി വെച്ചു. പിന്നെ കുക്കർ വെച്ചു കേട്ടോ. വലിയ കുക്കറാണ് വെച്ചിരിക്കുന്നത്, കാരണം അത്യാവശ്യം കറി വേണമല്ലോ. അപ്പോൾ അതിലേക്ക് ചെറിയ ജീരകവും കടുകും ഉലുവയും ഇത് മൂന്നും കൂടി ഇട്ട് പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് അത് പൊട്ടിച്ചതിന് ശേഷം വലിയ ഉള്ളി ഇടുക, പച്ചമുളക് ഇട്ട് നന്നായി വാട്ടിയെടുക്കുക. പിന്നെ തക്കാളിയൊക്കെ മസ്റ്റാണ് കേട്ടോ, ഒഴിവാക്കരുത്. പിന്നെ ഇതിൽ ലേശം പുളി ഒഴിക്കും കേട്ടോ. ലേശം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എൻ്റെ ഭാഷയൊക്കെ അങ്ങനെയാണ്. കുറച്ച് നമ്മുടെ ഒരു ഉള്ളംകൈ, ഒരു ചെറിയ ഉള്ളിൻ്റെ വലിപ്പം അത്രേ വേണ്ടുള്ളൂ. ആ ഒരു വലിപ്പത്തിൽ മീഡിയം സൈസ് ഒരു ചെറിയ ഉള്ളിൻ്റെ ഒരു ഉണ്ട അത്ര സൈസിലാണ് പുളി ഒഴിക്കുള്ളൂ കേട്ടോ. പുളി വെള്ളം കാണിക്കാനേ പാടുള്ളൂ. പിന്നെ അതിലേക്ക് പട്ട ഇട്ട ശേഷം നമ്മുടെ വലിയുള്ളി കേട്ടോ. വലിയുള്ളി ഇട്ടിട്ട് പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് നന്നായി പച്ചമുളക് പൊട്ടിയ ശേഷം നമ്മുടെ വെല്ലുള്ളിയും തക്കാളിയൊക്കെ നന്നായി വാട്ടുക. പിന്നെ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുക കേട്ടോ. ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടണം. പിന്നെ അതിട്ട ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പരിപ്പിലിട്ടിട്ടുണ്ട്. മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പും മാത്രമേ നമ്മളിതിൽ പൊടികളായിട്ട് ഇടുള്ളൂ കേട്ടോ. പിന്നെ ഒരു മൂന്നാല് വെല്ലുള്ളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിട്ടു. പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായി വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായി കൈവിടാണ്ട് കരിയാതെ ഇളക്കിയെടുക്കുന്നത്. അടിപ്പിടിക്കാൻ പാടില്ല കേട്ടോ. ഇത് അടിപ്പിടിച്ചൊരു മണം വന്നാൽ ഇതിൻ്റെ ഇപ്പോൾ ആ കായ്കറിച്ചാറിൻ്റെ മണം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കായ്കറിച്ചാറിന് ഇതിൻ്റെ പറയുക കായ്ച്ചാറെന്ന് പറയാം കേട്ടോ ഞങ്ങൾ. അപ്പോൾ മല്ലിയിലൊക്കെ ഇട്ട് നന്നായി വാട്ടിയെടുത്ത് അതിന് ശേഷം നമ്മുടെ പൊടികൾ ആഡ് ചെയ്യുക. പൊടികളിട്ട ശേഷം നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുക. പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് അത് വേവിച്ചെടുക്കുക. പിന്നെ എന്തായാലും പരിപ്പും കൂട്ടുക. അപ്പോൾ തേങ്ങയും പുളിയൊക്കെ കൂട്ടി ആ കറി സെറ്റാവും കേട്ടോ. നന്നായിട്ടുണ്ടാവും. നെയ്ച്ചോറിനൊക്കെ കായ്ച്ചാൽ നന്നായിട്ടുണ്ടാവും. ഞങ്ങൾ ഈ പാലക്കാടൻ ഭാഗത്തൊക്കെ ഈ ബിരിയാണിക്കൊക്കെ, എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ ബിരിയാണിക്കൊക്കെ ഉമ്മ കായ്ച്ചാറ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ടിട്ടാണ് പഠിച്ചിട്ടോ. എൻ്റെ എല്ലാ റെസിപ്പിയും എൻ്റെ ഉമ്മാനെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിരിക്കണത്. ഉമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവിടെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കണ ഈ കായ്ച്ചാറ് ഉണ്ടാക്കാറുണ്ട്. അതൊരു ടേസ്റ്റാണ് ഈ കറി. ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നമ്മളിപ്പോൾ ഇന്ന് ഈ കറി വെച്ചാൽ നാളെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ കറിക്ക് അടിപൊളിയായിട്ട് അതിന് നല്ല അടിപൊളി ഉണ്ടാവും കേട്ടോ. കായ്ച്ചാറുണ്ടാക്കി ഞങ്ങൾ എപ്പോഴും മിക്കവാറും ദോശ ഇഡ്ഡലി ഉണ്ടാക്കും കേട്ടോ. കാരണം നന്നായിട്ടുണ്ടാവും. ഞാനും ഇന്നത്തെ ദോശയ്ക്ക് ആട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും കറി ഞാൻ കുറച്ച് എടുക്കുമല്ലോ, കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. കുറച്ച് മതി, പള്ളിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ ദോശയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശയ്ക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നല്ല രസമുണ്ടാവും. പിന്നെ അതാ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടു. ചിക്കൻ ഇട്ട ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇടുക. അങ്ങനെ അത് സെറ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ എന്താ നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയൂ. പെരുന്നാൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോ? എല്ലാവരും പർച്ചേസൊക്കെ കഴിഞ്ഞോ? പെരുന്നാൾ എടുത്തൂല്ലേ? എത്ര പെട്ടെന്നല്ലേ 30 നോമ്പ് കഴിയാനായിക്കണ്. ഇന്നിപ്പോൾ 25 നോമ്പായില്ലേ. ഇനിയിപ്പോൾ വെറും 5 or 4 അല്ലേ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇക്കൊല്ലത്തെ റമദാനും കഴിയാനായില്ലേ. നിങ്ങളുടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, ചൂടും ഉണ്ട് നല്ല. അതുകൊണ്ട് ലാസ്റ്റിങ് കൊണ്ടാകുമ്പോൾ ക്ഷീണമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞല്ലോ. പിന്നെ അതൊക്കെ സെറ്റായ ശേഷം ഞാൻ അതൊക്കെ വേറെ ചട്ടിയിലേക്ക് മാറ്റിയിടും. അപ്പോൾ ഞങ്ങൾക്ക് തികയില്ല, കുക്കറിൽ വെച്ചാൽ തികയില്ല. അങ്ങനെ വേറൊരു അതിലേക്ക് മാറ്റി, വട്ടയിലേക്ക് മാറ്റി, എൻ്റെ ബിരിയാണി എപ്പോഴും വെക്കുന്ന വട്ടയിലേക്ക് മാറ്റിയിട്ട് പരിപ്പ് അതിലേക്ക് കൊട്ടി. പുളിയൊക്കെ ഞാൻ പരിപ്പിൽ തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് സെറ്റായപ്പോൾ ഒരു 2 തേങ്ങ അരച്ചിട്ടുണ്ട്. ആ തേങ്ങ അതിലേക്ക് കൊട്ടി കേട്ടോ. നന്നായി തിളച്ചെടുക്കുക. തിളച്ച ശേഷം മല്ലിയിലയും കറിവേപ്പിലയിട്ട് നല്ല അടച്ച് വെക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് തുറക്കാൻ പാടില്ല കേട്ടോ. മല്ലിയിലയും കറിവേപ്പിലയിട്ട് അങ്ങനെ അടച്ചിട്ട് തന്നെ ഇരിക്കണം ആ അടുപ്പിൽ ചെറിയ തീയിൽ. അപ്പോൾ അത് നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാനിന്ന് ഇപ്പോൾ കൂടുതലും എണ്ണക്കടി വേണ്ട വെച്ചിരിക്കണം കേട്ടോ. കാരണം നല്ല ചൂടുണ്ട്. എണ്ണക്കടിയൊക്കെ കഴിക്കുമ്പോൾ ഒരുമാതിരി ഇത്. അപ്പോൾ മാക്രോണിൻ്റെ അന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി, ദോശയൊക്കെ ഉണ്ടാക്കി, കറിയൊക്കെ സെറ്റാക്കി കേട്ടോ. കറി ഇതായി. അപ്പോഴേക്കും സമയം ഒരു 5:30 ഒക്കെ ആയി, 5:45 ഒക്കെ ആയി കേട്ടോ.
പിന്നെ ഞാൻ അത് വേഗം എൻ്റെ ദോശ പരിപാടി എൻ്റെ മക്രോണി ഉണ്ടാക്കുന്ന പരിപാടിക്കൊക്കെ നിൽക്കട്ടെ വേണ്ടി പിന്നെ അതിലേക്ക് നോക്കിട്ടോ കണ്ടോ തിളയ്ക്കുമ്പോൾ അത്യാവശ്യം കറിവേപ്പിന് മല്ലിയില ഇട്ടിട്ട് നന്നായി മൂടി വെക്കുക കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ കായച്ചാറ് സെറ്റായി പിന്നെ ആ മാക്രോണി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അവർക്ക് അതുകൊണ്ട് അത് ഡീറ്റെയിൽ കാണിച്ചില്ല കേട്ടോ പിന്നെ അതാ നോമ്പറക്കാൻ ടൈം ആകുമ്പോഴേക്കും അവരൊക്കെ വന്നിട്ട് കണ്ടോ ഞാൻ അപ്പോഴേക്കും വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പോഴേക്കും കുട്ടികൾ വന്നു അവരവൻ്റെ കറിയൊക്കെ കൊണ്ടുപോയി ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ പിന്നെ ദോശ ഉണ്ടാക്കി അപ്പോഴേക്കും ഒക്കെ വന്നു എനിക്ക് അതാ കുളിയൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇൻഷാല്ല ഞാൻ മിക്കിയും കുട്ടിയെ കൂടി ഇൻഷാല്ല നോമ്പ് തുറന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഇടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്